ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. നമുക്കിന്ന് ഈസി ആയിട്ടുള്ളൊരു ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കാം. കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ബ്രെഡ് സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുഞ്ഞു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 250 ml കപ്പിന് 1/4 കപ്പ്. അപ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ബ്രെഡ് നമ്മളിതിൽ മുക്കിയിട്ട് പൊരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നല്ല തിക്കുമല്ല, നല്ല ലൂസും അല്ല. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഞാനിവിടെ 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 പീസായിട്ടാണ് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അരികുവശമൊന്നും കളയണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ തിളപ്പിക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ബ്രെഡ് ഒന്ന് നന്നായി ഒന്ന് മുക്കിയെടുക്കുക. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ എത്ര എണ്ണയിൽ ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്ന പോലെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ബ്രെഡ് അതിലിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത്ര എണ്ണ ഉപയോഗിക്കണം താല്പര്യമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അത്ര സമയമൊന്നും വേണ്ട ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 വശവും ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് സ്നാക്കാണ് കേട്ടോ അത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും ഈ സ്നാക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ബ്രെഡും ജാമും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്